ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ആര്യമ്മോൻ എന്താ ചെയ്യുന്നതെന്ന് കണ്ടോ? പീറ്റ്സ ഉണ്ടാക്കുവാണ് ആര്യമ്മോൻ, കണ്ടോ? കൂടെ നമ്മുടെ അപ്പൂപ്പനും ഉണ്ട്. ചീസാണോ അത്? സൂപ്പർ. അപ്പൂപ്പ എടുത്തോട്ടെ, അപ്പൂപ്പന് മോന്റെ കൂടെ കളിക്കാൻ വന്നേല്ലേടി. അയ്യോ അപ്പൂപ്പ പേടങ്ങി. അപ്പൂപ്പ പേടങ്ങിയേ. മക്കൾ പീച്ച ഉണ്ടായി കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം കുടിച്ചിട്ട് തുടങ്ങാം. പൊടി വെള്ളം ചോദിച്ചാൽ നമുക്ക് കിട്ടൂല മോനെ. Yummy? Yummy? Yeah, thank you. Leave എന്തിനാ? Leave എന്തിനാ? അയ്യോ leave ഒക്കെ ഇട്ടിട്ട് വേണ്ട. മസാലകളെല്ലാം മാരിനേറ്റ് ചെയ്ത് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, നേരത്തെ തരാം മസാല. ഇതുപോലെ ഈ സൈഡിൽ കുഞ്ഞു പിടിച്ചോളൂ. ഇതാണെങ്കിൽ കുറച്ചും കൂടി കേട്ടോ. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കടമാങ്ങയാണ്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായേ. ഫ്രൈ ചെയ്യുവാണ്. ബ്രിഞ്ചോൾ ഫ്രൈ. ഒന്നല്ലെങ്കിൽ ബ്രിഞ്ചോൾ കഴിക്കില്ലല്ലോ. കഴിക്കാത്ത സാധനങ്ങളല്ല അത് നമ്മൾ എങ്ങനെ കഴിപ്പിക്കും? ടിഫിൻ ബോക്സിൽ തന്നെ സ്കൂളില്. അപ്പൊ ആദ്യം എല്ലാ ഫുഡും ഫിനിഷ് ചെയ്തിട്ട് കൊണ്ടുവരും. ഇതൊരു മമ്മ ട്രിക്കാ. നിങ്ങൾ ചെയ്ത് നോക്കിയോ? ആരും വീട്ടിൽ ഒട്ടും ഫുഡ് കഴിക്കൂല. പക്ഷേ നമ്മൾ ലഞ്ച് ബോക്സിൽ എല്ലാം കഴിക്കാത്ത സാധനങ്ങളെല്ലാം ഞാൻ 3 ലഞ്ച് ബോക്സിലാക്കി കൊടുത്തു. അപ്പൊ ആരും സൂപ്പറായിട്ട് കഴിച്ചിട്ട് വരും. ഡെയിലി ആരെങ്കിലും കൊണ്ടുവരുന്ന ലഞ്ച് ബോക്സ് ഇല്ലേ? ഫുഡ് കഴിച്ച് ഫിനിഷ് ചെയ്തിട്ടല്ലേ കൊണ്ടുവരുന്നത്? ഇത് വരില്ല അല്ലേ? ഫിനിഷ് ചെയ്തിട്ടല്ലേ കൊണ്ടുവരുന്നത്? ആ അതാ അത് തൊട്ടാ കാണിച്ചു തരാമേ. ശാലോ ഫ്രൈ ആയി വരുന്നുണ്ട്. എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് തൈര് എടുത്തേക്കാമേ. കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടു. ഇനി നമ്മൾ ശാലോ ഫ്രൈ ചെയ്ത് നമ്മൾ ബ്രിഞ്ചോളിലേക്ക് ഇടാം.
മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ഡിഷാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ എത്ര ടൈം കുക്ക് ചെയ്യാൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? കുക്കൊക്കെ നോക്കട്ടെ. സൂപ്പർ. നമുക്ക് കടി കാട്ടി തന്നെ റെഡി. വളരെ കുറച്ച് ഓയിൽ മതി. നമ്മൾ നേരത്തെ ബ്രിഞ്ചോൾ ഓയിലിൽ ആണല്ലോ ഫ്രൈ ചെയ്തെടുത്തത്. ഇതായത് കണ്ടില്ലേ, നമ്മുടെ വീട്ടിലുണ്ടായ മുളകാണ്. ഉണ്ടാ കടി കൊടുക്കാം. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ ഒക്കെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ എനിക്ക് ഇതുപോലെ ഒരു ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു 10% ഇൻട്രസ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എനിക്കിപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒന്നും ആയിട്ടില്ല. എങ്കിലും എൻ്റെ ഒരു 2 വീക്സിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. നമ്മൾ മെൻ്റലി ഭയങ്കര ഹാപ്പി ആവും. നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു ഫീൽ വരും. വീട്ടമ്മമാരൊക്കെ ഉണ്ടല്ലോ, വെറുതെ ഇരിക്കുമ്പം ബോറടിക്കുകയോ ഓഫീസിൽ വരികയോ ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് മക്കളെ കൊണ്ടായാലും ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ചമിടുക. അവിടെ അത് തുടങ്ങും. അത്രേ ഉള്ളൂ. ഇത് ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല ഞാൻ തുടങ്ങിയത്. ഞാൻ ജസ്റ്റ് ആദ്യമായിട്ട് മടി വെച്ചിട്ട് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ് തുടങ്ങി. അത് കിട്ടും. അത്രേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് എഡിറ്റിങ്ങും ഒന്നും അറിയാവുന്നതല്ല. എല്ലാം ചെയ്ത് പഠിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കടുക് തളിച്ചു ഇതുകൂടെ വെച്ചു. കണ്ടില്ലേ, കറി റെഡി. ലഞ്ചിന് ഇപ്പോൾ നമുക്ക് ഒഴിക്കാനുള്ള കറിയായി അല്ലേ? 2 മിനിറ്റ് കൊണ്ട് ഒരു എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നത് കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഈസി ലഞ്ച് ഇൻ 10 മിനിറ്റ്സ്. ഒഴിച്ച് കറിയായി. നെയ്യും കൂടെ ആകുമ്പോൾ നമ്മുടെ ലഞ്ച് സെറ്റ്. അതിലുള്ള പാട്ട് ചെയ്യും. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കടുക് താളിച്ചിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മറക്കണ്ട, ചാനലൊക്കെ തുടങ്ങിക്കോ പെട്ടെന്ന് തന്നെ. വെറുതെ ഇരിക്കുന്നു, മുഷിച്ചിരുന്നു, ബോറടിക്കുന്നു, ഒരു ടെൻഷനും വേണ്ട. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഈ 2 ആഴ്ച കൊണ്ട് ഞാൻ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ പെട്ടെന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കടുക് ഇട്ട് കഴിഞ്ഞാൽ കടുക് പൊട്ടില്ല. എത്ര സമയമാണ് കടുക് പൊട്ടെടുക്കുന്നത് നിങ്ങൾ ചിന്തിക്കും അല്ലേ? ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. കണ്ണു തേങ്ങ ഉണ്ട്, ഞാൻ മാറ്റിയെടുക്കും. പെട്ടെന്ന് സൺഡേ ഒക്കെ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ ഹോട്ടലിൽ ഒന്നും കഴിക്കുന്നില്ല അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടിരിക്കുന്നവരാണെങ്കിൽ അധികം കുക്ക് ചെയ്യാനും മൂടില്ല. അങ്ങനെ ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ രീതിയിൽ ലഞ്ച് സെറ്റാക്കി എടുക്കാം. ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടേസ്റ്റ് ഉണ്ട്. ആവശ്യത്തിന് കഴിക്കാനുള്ള കറികളുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് തന്നെ എടുത്താൽ മതിയേ. അതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. എഗ്ഗ് പൊടിച്ച് വെച്ചു കൊടുക്കാം. കാണുന്നു കേട്ടോ. 1 2 3 4. ഞാൻ 4 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. മുട്ടയിലോട്ട് നമ്മളിവിടെ എപ്പോഴും രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും രാവിലെയും ഉച്ചയ്ക്കും കാക്ക വരുവേ. നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈം ആകുമ്പോൾ വരും കാക്ക. നിങ്ങളൊക്കെ വീട്ടിലും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? നമ്മൾ മുട്ട സ്ക്രാമ്പിൾ ചെയ്തോണ്ടിരിക്കുകയാണ്. കിണ്ടി എടുക്കാം. സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പം തേങ്ങയും മഞ്ഞൾപ്പൊടി മുളക് പൊടി മിക്സ് ഇല്ലേ, അതുമായിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു പ്രോട്ടീൻ റിച്ച് ലഞ്ച് സൈഡ് ഡിഷ് റെഡിയായി. കണ്ടില്ലേ, നമ്മുടെ ഡിഷ് റെഡിയായി. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ഒപ്പീനിയൻ അറിയിക്കണം. ഓക്കെ, താങ്ക് യു. നമുക്ക് ലഞ്ച് നടത്താം. നിങ്ങൾക്കറിയോ ഇതെന്താണെന്ന്? അടമാങ്ങയാണ്. നമ്മൾ പച്ചമാങ്ങ അരിഞ്ഞ് ഉപ്പിട്ട് ഉണക്കൂലേ, അടമാങ്ങ. ഇത് വെച്ച് നമുക്ക് ഒരു പിക്കിൾ ഉണ്ടാക്കാം. ഓക്കെ, അതിനായിട്ട് സാലഡ് വെച്ചു. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാമേ. നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്, നല്ലെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ. കുറച്ചുകൂടെ കായി കഴിയുമ്പോൾ വെളുത്തുള്ളി ചതച്ചു. നമുക്ക് പുല്ലിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 3-4 ടീസ്പൂൺ ഇരുന്നേ. അത്രയും മാങ്ങയുണ്ടല്ലോ. കുറച്ച് കായപ്പൊടി, നന്നായിട്ട് ചൂടാക്കിക്കവേ. മാങ്ങയിലോട്ട് ചേരുന്നതിനായിട്ട് വേഗം ഒരിക്കലും
നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്യാമേ. ഇത് നിലത്ത് നമുക്കിത് കുക്ക് ചെയ്യണ്ട, ഇട്ട് കൊണ്ടുവന്നു.